ടേസ്റ്റി ആയിട്ടുള്ളൊരു കിങ് ഫിഷ് കറി ഓർ നെയ്മീൻ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി കിങ് ഫിഷ് ക്ലീൻ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് കുറച്ച് പേളോണിയൻ, ജിഞ്ചർ ഗാർലിക്, കറി ലീഫ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പിന്നെ ഈ മസാലകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ സീസണിങ് ചെയ്യാനുള്ളത്, പിന്നെ സാൾട്ട്. ആദ്യം നമുക്ക് ഈ പേളോണിയനൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക്, പിന്നെ ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി ബേൺ ചെയ്ത് പോകണ്ട കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തത് ഇതിപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്ത് വരട്ടെ. കൂൾ ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരു പാനിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കറി ലീഫ് ഒക്കെ ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയില്ലേ, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇത് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ അരച്ച് നിങ്ങൾക്ക് കാണാമോ എന്തത് ഓയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അരച്ച് മാറ്റി വെക്കുക. അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഓണിയൻ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഫിനിഗ്രിക് പൗഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കോക്കനട്ട് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വറുക്കണം, അല്ലെങ്കിൽ അതൊരു കയ്പ്പ് രസം വരും. ഇനി വറുത്തരച്ച തേങ്ങ അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തേങ്ങയും ആ മസാലയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് സാൾട്ടും ഇട്ട് ഒന്ന് വഴറ്റാം. ലാസ്റ്റ് സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ അതും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നമ്മളിട്ട മസാലകളൊക്കെ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷമേ ടൊമാറ്റോ ഇടാവൂ. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫിഷ് ഉണ്ടോ അതനുസരിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്ലീൻ ചെയ്ത ഫിഷിൻ്റെ വെള്ളം ഒട്ടും വീഴാതെ വേണം ഫിഷ് ഇട്ട് കൊടുക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ ടവൽ കൊണ്ട് വൈപ്പ് ചെയ്തിട്ട് ഫിഷ് എല്ലാം അതിലേക്ക് ഇട്ട് ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ സീസണിങ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന കടുക്, മുളകൊക്കെ ഒരു പാനിൽ കോക്കനട്ട് ചൂടാക്കി അതിലേക്ക് ഇട്ടൊന്ന് വറുത്ത് എടുക്കാം. ഇതേപോലെ വറുത്തിട്ട് അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കിങ് ഫിഷ് കറി, ഒരു നെയ്മീൻ വറുത്തരച്ച കറി റെഡി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.